MDMA അതേപോലുള്ള മറ്റുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ അഡിക്ഷൻസ് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ടിയിട്ട് EFTയിൽ നല്ലൊരു ടൂളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണെന്ത്, നമ്മൾ ഈ അഡിക്ഷൻസ് ഉണ്ടാവാനുള്ള റീസൺസ് നമ്മൾ നോക്കണം. അഡിക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ ആദ്യം നമ്മൾ ചിലപ്പോൾ ഇത് ഒരു പ്ലഷറിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ചലഞ്ചസ് ഫേസ് ചെയ്തതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് എന്ത് ചെയ്യും, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഇത് എന്ത് ചെയ്യും, ഒരു പാറ്റേൺ ആയിട്ട് റീഡ് ചെയ്യും. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പോൾ അതിന് EFT നമ്മൾ ടാപ്പ് ചെയ്യുമെന്ന് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സ് വരുന്നു, ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വരുന്നു, അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സുഖമുള്ളൊരവസ്ഥയിലേക്ക് ബോഡി പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, പെട്ടെന്ന് തന്നെ ഡോപ്പമീൻ നന്നായിട്ട് ഓവർ ഡോസായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ഗുഡ് ഫീലിംഗിലേക്ക് പോകുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴൊക്കെ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞോ അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇതിനൊരു ക്രാഷ് ഉണ്ടാകും. കാരണം നമ്മൾ ചെയ്യുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാകും, ഡോപ്പമീൻ റിസപ്റ്റേഴ്സ്. ഡോപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ബോഡിയിലുള്ള പാർട്ടുകൾ. ഈ റിസപ്റ്റേഴ്സിനെ മാക്സിമം സ്ക്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. ഇത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോഴ്സ് തീർന്നല്ലോ, അല്ലെങ്കിൽ അത് തീർന്നതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ അതിൽ പിന്നീട് എന്ത് ചെയ്യണം, വീണ്ടും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സുകൾ വീണ്ടും ചെല്ലേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ഇത് ചെയ്ത് ഇതിന് അഡിക്റ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ട്, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാണ് വേണ്ടത്. അതിന് EFT ടാപ്പിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളുടെ ഒരു ഏകദേശം 42 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന നമ്മളുടെ ഒരു ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മളെന്ന് വെച്ചാൽ 7th സെഷൻ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പറഞ്ഞിരിക്കുന്ന പോലെ അഡിക്ഷൻസ് കട്ട് ചെയ്യാനാണ്. അതിൽ അഡിക്ഷൻസ് പല ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട്. അതിൽ ചിലപ്പം നിങ്ങൾ സ്മോക്കിംഗ് അഡിക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഡ്രിങ്കിങ് അഡിക്ഷൻ ആവട്ടെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അഡിക്ഷൻ ആവട്ടെ, പോൺ അഡിക്ഷൻ ആവട്ടെ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആവട്ടെ, ഫുഡിനോടുള്ള ക്രേവിങ്സും അതുമായി ബന്ധപ്പെട്ടുള്ള അഡിക്ഷൻ ആവട്ടെ, അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട് അല്ലേ. ഷോപ്പിംഗ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. സോ നിങ്ങളൊന്ന് എന്ത് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന് പരിഹാരമുണ്ട്. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് കാമാക്കുക, റിലാക്സ് ചെയ്യുക. നമ്മുടെ നെർവസ് സിസ്റ്റം കാമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാമായി, ബോഡി പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെസ്സ് നമുക്കുണ്ടായാൽ പോലും അത് മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആകും. ബോഡിക്ക് അതിന് നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ട് ഈ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു റിക്വയർമെൻ്റ് ഇല്ല, നീഡില്ല. ആ നീഡില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാൻ തോന്നില്ല. മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നീഡുണ്ടാകും. ആ ഒരു നീഡിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ത്വര വരും. അത് എസ്കേപ്പിസമാണ്. നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ പെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന പരിപാടിയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് and you can change your life and you can come back stronger, more powerful and peaceful, focused, productive, passionate, committed, and finally you can become successful. Okay, wish you all the very best. Thank you so much. See you later.